ഷിംജിതയുടെ സ്ഥാനത്ത് ദീപക് ആയിരുന്നു ഇതുപോലെ ഒരു വീഡിയോ എടുത്ത് ചിത്രീകരിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഈ കേരളത്തിന്റെ മുഴുവൻ മനസാക്ഷിയും ആരോടൊപ്പം നിൽക്കുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. തിരിച്ചാണ് സംഭവിച്ചതെങ്കിൽ ഷിംജിതയെയാണ് ഈ രൂപത്തിൽ ചിത്രീകരിച്ച് ദീപക് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇറക്കിയത്. അതിന്റെ പേരിൽ ഷിംജിത അങ്ങനെയൊന്നും ചെയ്യില്ല, നമുക്കറിയാം. അപാരമായിട്ടുള്ള തൊലിക്കട്ടിയും മനക്കട്ടിയുമാണ്, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കട്ടെ. അങ്ങനെ ഏത് രൂപത്തിലുള്ള പ്രതിസന്ധികളെയും പിടിച്ച് കയറാൻ, അതിനെയൊക്കെ തരണം ചെയ്ത് പോകാനുള്ള മനക്കട്ടി ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണത് ഉണ്ടാകണം. പ്രത്യേകിച്ച് അപാരമായിട്ടുള്ള തൊലിക്കട്ടിയും മനക്കട്ടിയും ഉള്ളവർക്കാണ് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക. നമ്മൾ പലരെയും എടുത്ത് വിമർശിക്കുമ്പോൾ നമ്മളെ ആരും വിമർശിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ വിമർശനങ്ങളുടെ കൂരമ്പുകളൊക്കെ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറയും അവര്. നമ്മൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ അവരൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യും. അതിനെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് കഴിയണം. എന്തായിരുന്നാലും ദീപക് ജീവനൊടുക്കി. പ്രതിയായിട്ടുള്ള ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. മാതാപിതാക്കളുടെ പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോഴിതാ അടുത്ത പരാതി വരുന്നു. ഷിംജിതയ്ക്കെതിരെ സഹയാത്രികയായിട്ടുള്ള പെണ്ണ്. ജനുവരി 17 കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് യുവതി. പയ്യന്നൂരിൽ ദീപക്കും ഷിംജിതയും സഞ്ചരിച്ച ബസ്സിൽ ഞാനും ഒപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് യുവതി പോലീസിനെ സമീപിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഷിംജിത പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ തന്റെ മുഖം വെളിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് സഹയാത്രിക പരാതി നൽകിയിരിക്കുന്നത്. എന്റെ അറിവില്ലാതെ, എന്റെ സമ്മതമില്ലാതെ, ഞാൻ അറിയുകയോ ഒന്നും ചെയ്യാത്ത രൂപത്തിൽ എന്റെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോ ഷിംജിത കാരണമാണ്. അതിനുള്ള പരിഹാരം അഥവാ പ്രതിവിധി അവള് തന്നെ തേടിയേ പറ്റൂ എന്നാണ് ഇപ്പോൾ അവരുന്നയിച്ചിരിക്കുന്ന ആവശ്യം. കേസിന്റെ ഭാഗമായിട്ട് അന്വേഷണം വരികയാണെങ്കിൽ ആ ബസ്സിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാം തുറന്നു പറയാൻ താൻ തയ്യാറാണ് എന്ന് യുവതി വ്യക്തമാക്കുമ്പോൾ, ഷിംജിത പറഞ്ഞതൊന്നുമല്ല ആ ബസ്സിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. ആ പെണ്ണിന്റെ മുഖം വന്നതുകൊണ്ട് മാത്രം ആ സ്ത്രീക്ക് അറിയാം എന്താണ് ആ ബസ്സിനകത്ത് ശരിക്കും സംഭവിച്ചതെന്ന്. ഒരു പക്ഷേ ദീപക് തികച്ചും നിരപരാധിയാണ് എന്നറിയുന്ന വ്യക്തമായിട്ടുള്ള തെളിവായിരിക്കും ഈ യുവതിയുടെ കയ്യിലുള്ളത് എന്ന് അനുമാനിക്കാം. ദീപക് നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ മതേതര മലയാളികളായിട്ടുള്ള, എസ്പെഷ്യലി ഈ വിഷയത്തിൽ നമ്മൾ കൂടുതൽ അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടത് മുസ്ലിം സ്ത്രീകൾക്കാണ്. കാരണം ഇവള് തട്ടമിട്ടു എന്ന കാരണത്താലും മുസ്ലിം സ്ത്രീയാണ് എന്നൊരു പരിഗണന കിട്ടുമെന്ന് അവൾ തെറ്റിദ്ധരിച്ചതിനാലും അവളുടെ തട്ടവും ലീഗിന്റെ സ്ഥാനാർത്ഥിത്വവും അതിന്റെ പ്രവർത്തകയും ഒക്കെയാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ മുഴുവനും കൺസിഡറേഷൻ കിട്ടും എന്നാണ് അവൾ ധരിച്ചതെങ്കിൽ തെറ്റിപ്പോയി. സഹോദരന്മാരും മക്കളും വാപ്പമാരുമുള്ള സ്ത്രീകൾ മനസ്സിലാക്കുന്നു, നാളെ നമ്മുടെ വീടുകളിലും ഇതുപോലെയുള്ള ആത്മഹത്യകൾ സംഭവിക്കാതിരിക്കാൻ, ഇതുപോലെയുള്ള ദീപകുമാർ ഉണ്ടാകാതിരിക്കാൻ, ഇതുപോലെയുള്ള ശവം തീനികളായിട്ടുള്ള കാമഭ്രാന്തികളായിട്ടുള്ള ഷിംജിതമാരെ നിയന്ത്രിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു മീഡിയകളിലൂടെ നമ്മൾ ഈ വിഷയത്തിൽ ശക്തമായി നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയണമെന്ന് മനസ്സിലാക്കിയ മുസ്ലിം സ്ത്രീകൾ അവരുടെ അഭിപ്രായം തുറന്നു പറയുവാണ്. കേട്ടോ, വിഷയം എല്ലാവരും പ്രതികൂലിച്ചും അനുകൂലിച്ചൊക്കെ വീഡിയോ ചെയ്തത് കണ്ടു. ഇന്നലെയൊക്കെ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. പക്ഷെ എനിക്ക് കാണിക്കാനുള്ള ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എല്ലാവരും ശ്രദ്ധിച്ചതൊന്ന് കണ്ടോണം. ഈ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് പതിഞ്ഞത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാവരും ഒന്ന് കണ്ടോണേ. നിങ്ങൾ ദൈവത്തിന്റെ കൈ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പ്രയോഗമാണ്. പക്ഷേ ഈ വീഡിയോ ഉണ്ടല്ലോ, ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലച്ചു കൊടുത്ത ഈ വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ അകത്ത് കൃത്യമായിട്ട് ആ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട്. അതും ഒരു കൈയായിട്ട് തന്നെ. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി. അതിനെപ്പറ്റി പറയുന്ന മുമ്പ് നമ്മൾ ഇവളെ ഷെയർ ചെയ്ത വീഡിയോസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തത്, ഇവളെ ഷെയർ ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് പകുതി സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത്. അതായത് റിയൽ ലൈഫിൽ 2 സെക്കൻഡ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ 4 സെക്കൻഡ് ആയിട്ട് തോന്നും. അതിന്റെ യഥാർത്ഥ സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ 2x പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു 1-2 സെക്കൻഡിനുള്ളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടുതലായിട്ട് തോന്നുന്നത്. എന്തായാലും ഇവിടെ ആദ്യം ഷെയർ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ നിൽക്കും, ഇവിടെ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ദീപകിന്റെ അടുത്ത് പോയിട്ട് അയാളെ മനപ്പുറം മുട്ടാനൊക്കെ ശ്രമിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പതിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണല്ലോ അല്ലേ? ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം. അതായത് സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഇവിടെ ടച്ച് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ,
അതിലാണ് ഞാൻ പറഞ്ഞ ആ ദൈവത്തിന്റെ കൈ പതിഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ഇവള് റൈറ്റ് സൈഡിൽ നിന്ന് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് അയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ്. അതെന്തായാലും നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എവിടെയാണോ, അതായത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഇവളെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയതല്ലേ. പക്ഷെ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡിൽ, അതിന്റെയും മില്ലി സെക്കൻഡുകളിൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയാളുടെ ലെഫ്റ്റ് കൈ, ആ ലെഫ്റ്റ് കൈ ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ. മറ്റൊന്നും ആയിരുന്നില്ല, അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ്. അയാളുടെ ബാഗ് ഉണ്ട്. ആ ബാഗ് ഒരു മനുഷ്യൻ എന്റെ മൈക്രോണ്ട് അല്ലെങ്കിൽ രണ്ടേ വെച്ച് ഞാൻ കാണിച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യില്ലേ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബാഗ് എടുക്കുക, കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബാഗോ വെയിറ്റ് ഇല്ലാത്തോ എന്ത് വേണമെങ്കിലും എടുക്കുക, അതിങ്ങനെ മുമ്പിൽ പിടിക്കുക, ഒന്ന് നിലത്തോട്ട് ആദ്യം പിടിക്കുക, എന്നിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്യുക, നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അവസാനത്തെ മില്ലി സെക്കൻഡിൽ ആ വ്യക്തിയുടെ കൈയായിട്ട് തന്നെ ആ കാര്യം പതിഞ്ഞിട്ടുണ്ട്. അതാരും ചർച്ച ചെയ്യുന്നില്ല. ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ്. നിങ്ങളുടെ മുട്ടനങ്ങാതെ നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും. അല്ല, നിങ്ങൾ വളരെ കാഷ്വലായിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്യുന്ന നോക്കിയേ നിങ്ങളുടെ മുട്ട അവിടെ നിന്നാണെങ്കിൽ അത് പുറകോട്ട് പോയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഒരു ബാഗ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു മുട്ട് വേറൊരു ഡയറക്ഷനിലും അല്ലെങ്കിൽ കുറച്ച് പുറകോട്ടാക്കിയിട്ടും മറ്റേ മുട്ട് കുറച്ച് മുന്നോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ചെയ്യില്ല. അത് അത്രത്തോളം ശ്രമകരമായിട്ടുള്ള ടാസ്ക് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എന്താണെന്ന്, അതാണ് കയ്യൊപ്പം എന്നൊക്കെ പറയത്തില്ലേ, ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു, അത് ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ആ ബാഗ് ലിഫ്റ്റ് ചെയ്താണ്. അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് കൈ നോക്കിയാൽ ഒരേപോലെ ഒരേ പോസ്റ്ററിൽ ഒരേ ആംഗിളിൽ ഒരേ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. കൃത്യമായിട്ട് ബാഗ് വെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു പൊക്കുമ്പോൾ അത് ടച്ച് ചെയ്യുമ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്, ടച്ച് ചെയ്തല്ലോ എന്ന് ഓർത്ത് അത് പെട്ടെന്ന് ഇറങ്ങി പോകാണ് അയാൾ. എന്നിട്ട് ഇപ്പോൾ അടുത്ത വീഡിയോ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയാവോ, സൊസൈറ്റി ഇയാളെ ചോദ്യം ചെയ്യണം. പരസ്യമായിട്ട് ഏറ്റവും വലിയ ക്രിമിനൽ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. പരസ്യ വിചാരണ, സമൂഹം ഇയാളെ പരസ്യമായിട്ട് വിചാരണ ചെയ്യണം. അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും കുടുംബക്കാരും ഒക്കെ ഇത് കാണണമെന്ന്. നിങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോ ഈ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ പറയാൻ ആഗ്രഹിച്ചത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ അയാൾ അവിടെ വെറുതെ നിൽക്കുന്നു. ഈ പെണ്ണ് കുറേ നേരം വീഡിയോ വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അയാളൊന്നും ചെയ്യുന്നില്ല. അതിന് ആ പെണ്ണ് പറഞ്ഞ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്ന് പെൺകുട്ടി അസ്വസ്ഥയായിരുന്നു, അപ്പോഴാണ് വീഡിയോ എടുത്ത് പിടിക്കാൻ തുടങ്ങിയതെന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്. ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ചില ഞരമ്പന്മാർ ഇങ്ങനെ ബസ്സിൽ കയറും, തോണ്ടലും പിടിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. പെൺകുട്ടികൾ പ്രതികരിക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയണം. അല്ലെങ്കിൽ നിന്റെ വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷം എന്തിനാ ചേട്ടാ ഈ തട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കാണിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കും, അല്ലെങ്കിൽ ചേട്ടൻ ഇച്ചിരി അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരനിഷ്ടമെങ്കിലും പ്രകടിപ്പിച്ച് പ്രതികരിക്കണം. അതല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകണം. ഒരയ്ക്കാൻ കൊണ്ടുപോയിട്ട് ഒരപ്പിച്ച് സുഖിപ്പിച്ച് വീഡിയോ എടുത്ത് പുറത്തിട്ടിട്ട് പബ്ലിക്കിനോട് കൈകാര്യം ചെയ്യാനെന്ന് പറയാൻ സോഷ്യൽ മീഡിയ കോർട്ട് റൂമല്ല. ചോദ്യം ചെയ്യലുകൾ പെൺകുട്ടികൾ തീർച്ചയായിട്ടും ചെയ്യണം. ഇതിനൊക്കെ ഞാൻ യോജിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യണം. പക്ഷേ പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, പൊന്ന് ഷിംജിത മുസ്താഖ് എന്ന് പറയുന്ന പ്രിയ സഹോദരി, ബസ്സിൽ കയറി ഒരാൾക്കും ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ബസ്സിൽ എങ്ങനെ നിൽക്കാൻ പറ്റും? ബസ് അങ്ങോട്ടാവും ഇങ്ങോട്ടാവും. ആ വീഡിയോയിൽ വ്യക്തമായി കാണാൻ പറ്റുന്നത്, താങ്കൾ ആ വീഡിയോ ചെയ്ത് പുള്ളിയുടെ കൈ ജസ്റ്റ് ഒന്ന് തട്ടിയപ്പോൾ താങ്കൾ ഇങ്ങനെ പിന്നെ മാറി നിന്നപ്പോഴാണ് ആ പുള്ളിയുടെ കൈ ഒന്നും കൂടെ ഈ ബസ്സിന്റെ ഇവിടെ ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ആ ചെയ്യുന്ന കാര്യം പുള്ളി ബസ് ആയപ്പോൾ ഈ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചിരുന്ന ബാഗ് ഇതാണ് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ നോക്കിയതാണ് പുള്ളിത. നമുക്ക് കാണാൻ പറ്റും അയാളുടെ ലെഫ്റ്റ് കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അപ്പൊ ആ ബാഗ് ഇങ്ങനെ പിടിച്ചിരുന്ന പുള്ളി ഈ കൈ ഇവിടെ എടുത്ത് പൊക്കി ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ഈ കൈ കയറിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിക്കുന്നത്. ഒരു കയ്യിലൊരു ബാഗ് മാത്രം പിടിച്ച് ബസ്സിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു പുള്ളി പെട്ടെന്ന് ആ ബാഗ് ലിഫ്റ്റ് ചെയ്ത സമയത്ത് ഈ മുട്ട് കയറി ആ ബസ്സിന്റെ അവിടെ തട്ടിയതാണ്. അത് മനഃപൂർവ്വമല്ല, ആക്സിഡന്റലി സംഭവിച്ചതാണ്. തട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ചേട്ടാ ഒന്ന് മാറി നിൽക്കാമെന്ന് ഒരു വട്ടം പറയാം. അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് ചേട്ടാ എന്റെ ദേഹത്ത് ടച്ച് ചെയ്തു, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കും, അങ്ങനെ വേണേ പറയാം. ഒന്നും പ്രതികരിക്കാൻ വൈകി ചേട്ടാ വണ്ടി നേരെ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിടണം, ഇതുപോലെ എനിക്ക് വെറുതെ എന്താ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ബസ്സിനകത്തൊക്കെ പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു കാര്യം ഞാൻ ദയവായിട്ട് പറയട്ടെ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നീതി കിട്ടുന്ന സ്ഥലമല്ല. നീതി കിട്ടുന്ന സ്ഥലമാണോ സോഷ്യൽ മീഡിയ? ആർക്കെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നീതി കിട്ടിയിട്ടുണ്ടോ ഇന്ന് വരെ? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കുറച്ച് പബ്ലിസിറ്റി നടക്കും, കുറച്ച് റീച്ച് കിട്ടും, കമന്റ് കിട്ടും, അനുകൂലിക്കുന്നവർ കാണും, പ്രതികൂലിക്കുന്നവർ കാണും. അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം എന്ന് പറയുന്നത് പോലെ അനുകൂലിക്കുന്നവർ കാണും, പ്രതികൂലിക്കുന്നവർ കാണും. ചിലപ്പോൾ നിരപരാധികൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വലിച്ചു കീറി പോഷിക്കപ്പെടും. ചിലപ്പോൾ എന്താ പറയുക, തെറ്റ് ചെയ്യുന്നവർ വിശുദ്ധമാരായി വാഴ്ത്തപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾ അവിടെ നീതിയാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, എന്റെ ദേഹത്ത് ഒരാൾ ടച്ച് ചെയ്യുന്നത് എനിക്ക് ഡിസ്കംഫർട്ട് തോന്നിയാൽ ഷിംജിത താങ്കൾ കേൾക്കുക, ഞാൻ പ്രതികരിക്കുന്നത് ഉടനെ മൊബൈൽ എടുത്ത് വീഡിയോ ഇട്ടല്ല, ചേട്ടാ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും. അതാ പിന്നെ തട്ടട്ടെ ഇനിയും കൊള്ളട്ടെ, നല്ലതായിട്ട് കൊണ്ടിട്ട് എനിക്ക് വീഡിയോ. അതല്ലെങ്കിൽ കൈവീശി ഒരെണ്ണം കൊടുക്കും കരണത്ത്. ഇനി അതുമല്ലെങ്കിൽ ഉറക്കെ ചോദിക്കും, എന്താടാ നിന്റെ അസുഖമെന്ന് ചോദിക്കും. അതുമല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരോട് പറയും, ചേട്ടാ ഇയാളുടെ സമീപനം ശരിയല്ല ചേട്ടാ, അതല്ലെങ്കിൽ ചേച്ചി ഇത് ശരിയല്ല എന്ന് പറയും. ഇതൊന്നും പറയാതെ ആള് കൊണ്ടുപോയി ഒരയ്ക്കാൻ കൊടുത്തിട്ടേ മൊബൈൽ ഇടാനല്ല ഞാൻ വിചാരിക്കുന്നത്. ഒരു സ്ത്രീ ആയിട്ട് ഞാൻ പറയുക, ഷിംജിത ഏത് സ്ത്രീയോട് വേണമെങ്കിലും ചോദിച്ചു നോക്ക്. സോഷ്യൽ മീഡിയയിലെ കമന്റും ലൈക്കും പബ്ലിസിറ്റിയും ഇത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവണം എന്നുള്ള ചിന്തയിലല്ല. എന്റെ ദേഹത്ത് തൊട്ടയാൾ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് എന്ന ചിന്തയിലാണ് താങ്കൾ ഇത് ചെയ്തതെങ്കിൽ താങ്കൾ ആദ്യം ചെയ്യേണ്ട. ആദ്യം ഒരു തവണ തട്ടിയെങ്കിൽ ചേട്ടാ ഒന്നുകൂടെ മാറി കേട്ടാ, ചേട്ടാ കുറച്ചുകൂടെ മാറിയില്ല, അത്ര സ്ഥലം ഉണ്ടല്ലോ, കണ്ടക്ടർ ഒന്നിങ്ങോട്ട് വന്നേ, ഈ പുള്ളിയോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു, ബസ്സിൽ ഞങ്ങൾക്ക് നിൽക്കണം. ഇല്ല ഇവർ ആരും മൈൻഡ് ചെയ്തില്ല, ചേട്ടാ വണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടെ, അല്ലെങ്കിൽ എമർജൻസി നമ്പർ എടുത്ത് വിളിക്കണം ഷിംജിത, നമ്പർ എടുത്ത് വിളിക്കണം പോലീസ് സ്റ്റേഷനിലേക്ക്. നിങ്ങളുടെ വണ്ടി പോകുന്ന റൂട്ടിൽ പോലീസ് വരും, മണിക്കൂറുകളൊന്നും വേണ്ട, വിത്തിൻ മിനിറ്റ്സിൽ വരും പോലീസ് അവിടെ. താങ്കൾ ആരെയാണ് ഈ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ പുരുഷ കമ്മീഷൻ ആവശ്യമാണ്. ഈ പുള്ളി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ഈ പുള്ളി ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ പറയുന്ന ഞാൻ ബാഗ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തതാണെന്ന് പറയുന്ന പുള്ളിയുടെ ഭാഗം കേൾക്കാൻ ഒരു കമ്മിറ്റി വേണം, ഒരു കമ്മീഷൻ വേണം. അതിനാണ് പുരുഷ കമ്മീഷൻ ഇവിടെ ആവശ്യമാണെന്ന് ഞാൻ നിങ്ങളോട് ഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു മകനുണ്ട്, ഞാനൊരു വാപ്പയുടെ മകളാണ്, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് ബ്രദേഴ്സ് ഉണ്ട്, എനിക്ക് കസിൻ ബ്രദേഴ്സ് ഉണ്ട്, എനിക്ക് ഒരുപാട് ആളുകളെ ചുറ്റി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവർക്കും നാളെ ഇത് സംഭവിക്കാം. അല്ലാതെ നമ്മൾ കുറെ സ്ത്രീകളും ഫെമിനിസ്റ്റുകളും ഇങ്ങനെ ഇവർക്ക് വേണ്ടി വാദിച്ച് കൊട്ടേഷൻ എടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പുരുഷന്മാർക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? സ്ത്രീകൾക്ക് പറയാനുള്ളത് മാത്രം കേട്ടാൽ മതിയോ? അതിനാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പുരുഷ കമ്മീഷൻ ആവശ്യമാണ്, അവരുടെ ഭാഗം കേൾക്കാൻ കമ്മിറ്റി വേണം. ഇന്ന് പാവപ്പെട്ട ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി പറയാനും വാദിക്കാനും ആരില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും അതിനെ അനുകൂലിച്ച് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു. പക്ഷെ അത് കേൾക്കാൻ ജീവനോടെ ഇല്ല. ആ വീഡിയോ വൈറലായി, ആ ഞരമ്പരെന്ന് പറഞ്ഞു, അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്ത മാനസിക സംഘർഷത്തിലാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത്. മരിച്ചതിന് ശേഷമാണ് അനുകൂലിച്ചുള്ള വീഡിയോകളെല്ലാം ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോഴേക്കും പരലോകം പൂണ്ടു കഴിഞ്ഞു. ആ അമ്മയുടെയും അച്ഛന്റെയും കരച്ചിൽ കേട്ടാലുണ്ടല്ലോ, ആ അമ്മയുടെ കരച്ചിൽ കേട്ടാൽ ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു എന്റെ പൊന്നു ഷിംജിത. നമ്മളൊരു കാലത്തും ഇനി ഇവിടെ ജീവിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം പോലും സ്വസ്ഥത കിട്ടത്തില്ല. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, പുള്ളി അങ്ങനെ തട്ടിയിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. അത് പുള്ളിയുടെ മനസ്സാണ്. പക്ഷേ പുള്ളി അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ കയ്യൊപ്പ് പടച്ചവൻ അല്ലെങ്കിൽ മേലിൽ ആരാണോ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരാളുടെ കയ്യൊപ്പ് അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് മനഃപൂർവ്വം ചെയ്തതല്ല. അത് പോട്ടെ, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. മുസ്ലിം സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ കേരളത്തിന്റെ മാറ്റമാണ് നമ്മൾ കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളൊരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ ശരിക്കും ആ വിഷയം ഒന്ന് പഠിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത പൊങ്കാല നമുക്കെതിരെ ആയിരിക്കുമെന്ന് ഇന്ന് ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നത്. സ്വാഗതാർഹം.